ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശി 2025 ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അവയുടെ ഫലങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ഇടവൻ രാശിയുടെ സ്വാമി ശുക്രൻ, വീനസ്. ഈ മാസം ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് രണ്ടാമത്തെ ഹൗസിൽ വ്യാഴം, ശുക്രൻ, മൂന്നാമത്തെ ഹൗസിൽ സൂര്യനും ബുധനും, നാലാമത്തെ ഹൗസിൽ കേതു, അഞ്ചാമത്തെ ഹൗസിൽ ചൊവ്വ, 11ാമത്തെ ഹൗസിൽ ശനിയും 10ാമത്തെ ഹൗസിൽ രാഹുവുമാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നോക്കുന്നത് 7ാമത്തെ ഹൗസിൽ. 7ാമത്തെ ഹൗസിൻ്റെ സ്വാമി ചൊവ്വ ഇപ്പോൾ 5ാമത്തെ ഭാവത്തിൽ. നിങ്ങൾക്ക് ഈ മാസം ഓഗസ്റ്റ് മാസം ചൊവ്വയുടെ ദൃഷ്ടി 11ാം ഭാവത്തിലും വരുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം. ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കുന്നതിനുള്ള സമയം. നിങ്ങളുടെ പാർട്ട്ണറുമൊത്ത് ഉല്ലാസയാത്രയ്ക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് പ്രതീക്ഷകൾ എല്ലാം സാധിക്കുന്നതിനുള്ള സമയം. നിങ്ങളുടെ ലവ് റിലേഷൻ, സ്നേഹബന്ധം ഓഗസ്റ്റ് മാസം അനുകൂലമായിട്ടുള്ള സമയം തന്നെ. നിങ്ങളിലുള്ള സംസാരം, വാണി, സെൻസ് ഓഫ് ഹ്യൂമർ അതൊക്കെ നല്ലതായി നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെ നിങ്ങളിൽ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകും. സ്നേഹബന്ധം ഒക്കെ നോക്കുന്നത് 5ാം ഭാവം. 5ാം ഭാവമാണ് എഡ്യൂക്കേഷൻ്റെയും അതുപോലെ തന്നെ സന്താനങ്ങൾ നോക്കുന്നതും ഒക്കെ 5ാമത്തെ ഭാവത്തിലാണ്. ഈ 5ാമത്തെ ഭാവത്തിൽ ചൊവ്വയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ നല്ല ഒരു സ്നേഹബന്ധത്തോടു കൂടി നിങ്ങളുടെ പാർട്ട്ണറുടെ ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും എല്ലാം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒന്നും മാറുന്നതിനുള്ള സമയം. പിന്നെ ഇതുവരെ നിങ്ങൾക്ക് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാതെ ഇരുന്നവർക്ക് പുതിയ സ്നേഹബന്ധങ്ങൾ വന്നു ചേരുന്നതിനുള്ള സമയം കൂടിയാണ്. നിങ്ങളുടെ ആരോഗ്യം നോക്കുന്നത് 1ാമത്തെ ഹൗസിൽ. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ വ്യക്തിത്വം ഒക്കെ 1ാമത്തെ ഹൗസിൽ. അപ്പോൾ നിങ്ങളുടെ 1ാമത്തെ ഹൗസിലെ സ്വാമി ശുക്രൻ ഇപ്പോൾ ഇരിക്കുന്നത് 2ാമത്തെ ഭാവത്തിൽ, അതും ശത്രുവിൻ്റെ കൂട്ടത്തിലാണ്. ഈ സമയം സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ വരുന്നതിനുള്ള ചെറിയ പ്രോബ്ലങ്ങൾ വരുന്നതിനുള്ള സാധ്യത. അതുപോലെ തന്നെ സ്റ്റൊമക്ക് റിലേറ്റഡ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സമയമാണ്. അതുപോലെ നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം. നിങ്ങളുടെ 5ാമത്തെ ഹൗസ്, വിദ്യാഭ്യാസത്തിൻ്റെ 5ാമത്തെ ഹൗസിലെ സ്വാമി ബുധൻ ഇപ്പോൾ ഉള്ളത് 3ാമത്തെ ഹൗസിലും. ശനിയുടെ ദൃഷ്ടിയും 5ാമത്തെ ഹൗസിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ആവറേജ് രീതിയിലായിരിക്കും നിങ്ങളുടെ വിദ്യാഭ്യാസം. പിന്നെ പുതിയ അഡ്മിഷനോ എന്തെങ്കിലും നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ ഓഗസ്റ്റ് 16 ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഓഗസ്റ്റ് 16 ശേഷം ചെയ്യുക. ഈ മാസം നിങ്ങളുടെ ഭാഗ്യം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഭാഗ്യം നോക്കുന്നത് 9ാമത്തെ ഹൗസിൽ ആണ്. അപ്പോൾ 9ാമത്തെ ഹൗസിൻ്റെ സ്വാമി ശനി ഉള്ളത് 11ാമത്തെ ഹൗസിൽ, അതും വക്രി അവസ്ഥയിൽ ആണ്. അപ്പോൾ വക്രി അവസ്ഥയിൽ 11ാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ 10ാം ഭാവത്തെ കൂടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയം. ശനിദേവ് ലാഭം തന്നെ തരും. ശുഭകാര്യം, മംഗളകാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രേഡിങ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ഓഗസ്റ്റ് 16 ശേഷം കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള സമയമായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് സൂര്യൻ ഇപ്പോൾ ഉള്ളത് 3ാമത്തെ ഹൗസിൽ, 4ാമത്തെ ഹൗസിൽ. ഓഗസ്റ്റ് 16 കൂടി സൂര്യൻ 4ാമത്തെ ഭാവത്തിൽ വരും. അപ്പോൾ ഈ സമയം
കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള സമയമായിരിക്കും. പ്രോപ്പർട്ടി വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ ഉള്ള സമയം, നല്ല അനുകൂലമായിട്ടുള്ള സമയം. നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിനുള്ള പോസിറ്റീവായിട്ടുള്ള സമയമാണ് അത്. ഓഗസ്റ്റ് 16 ശേഷം നിങ്ങളുടെ ജോലിയുടെ കാര്യമൊക്കെ നോക്കുന്നത് 10ാമത്തെ ഭാവം. അപ്പോൾ 10ാമത്തെ ഭാവത്തിൽ ആരാ ഉള്ളത്? രാഹു എന്ന് പറയുന്നത് ചാണക്യൻ്റെ ചതുരതയുള്ളതാണ്. രാഹു ഷാഡോ പ്ലാനറ്റ്. വളരെ ഷാർപ്പ് സ്മാർട്ട് വർക്ക് തന്നെ ചെയ്യിപ്പിക്കും. ഹാർഡ് വർക്കല്ല, നിങ്ങളെ സ്മാർട്ട് വർക്ക് തന്നെ ചെയ്യിപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഒന്നും പെടാതിരിക്കുക. അതുപോലെ തന്നെ ഓവർ കോൺഫിഡൻസ് ഉള്ളവരൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ വക്രശനി എല്ലാം കൊണ്ട് നിങ്ങളെ ഒരു കൂടുതൽ ഉത്തരവാദിത്തം തന്ന് നിങ്ങളെ കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ജോലി കൂടുതൽ ചെയ്യിപ്പിക്കും ഈ സമയം. അങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഫലവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ സമയം ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് പൂർത്തീകരിച്ച് കൊടുക്കുവാനും പറ്റുന്നതായിരിക്കും. ഈ മാസം രാഹുവിൻ്റെ മിത്രത്തിൻ്റെ രാശിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതും, പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലിക്കുള്ള അവസരവും കിട്ടുന്നതായിരിക്കും. 16 ഓഗസ്റ്റ് കഴിഞ്ഞ് സൂര്യൻ 4ാം ഹൗസിൽ വരുന്നതോടുകൂടി സൂര്യൻ്റെ ദൃഷ്ടി കൂടി 10ാം ഭാവത്തിൽ വരുന്നു. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഈ മാസം ബിസിനസ് ചെയ്യുന്നവർക്ക് ആവറേജ് ആയിട്ടുള്ള ഒരു ഫലമായിരിക്കും കിട്ടുക. വരുമാനം ഉണ്ട്, പക്ഷേ അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും ആണ് കാണുന്നത്. ചെയ്യേണ്ട ഉപായം: ശുക്രൻ്റെ ബീജമന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യുക. ഗായത്രി മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം മാത്രം ചെയ്യുക. ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീട്ടിൽ കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ വടക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ബ്ലൂ കളർ, അതും അക്വാ ബ്ലൂ, വെള്ളത്തിൻ്റെ ഒക്കെ കളറില്ലേ, ആ കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻസ്, തിരമാലകൾ അടിച്ചു വരുന്ന ഓരോ ഡിസൈൻസൊക്കെ ഉള്ള കർട്ടൻസ് നിങ്ങൾക്ക് വടക്ക് ഭാഗത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കർട്ടൻസൊക്കെ ഇടുമ്പം അതിലുള്ള ഓരോ പ്രിൻ്റൊക്കെ ഇല്ലേ, അത് നിങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധിക്കണം. റെഡ് കളർ അവിടെ ഒരിക്കലും വരാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മഞ്ഞ കളറും. അപ്പോൾ ഈ 2 കളറും ഒഴിവാക്കിയുള്ള കർട്ടൻസ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. ഇഷ്ടമാകുകയാണെങ്കിൽ, ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.